ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. കറിയുടെ പേര് ചാമിയ ചിക്കൻ കറി എന്നാണ്. ഈ റെസിപ്പി എനിക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ആയിട്ട് പറഞ്ഞു തന്നത് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബറും എൻ്റെ പ്രിയപ്പെട്ട സെൽമ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയോടായിട്ട് ഒരു 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. ചേച്ചി ഇത് വളരെ സൂപ്പറായിരുന്നു കേട്ടോ. അതുപോലെ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. അതുകൊണ്ട് എൻ്റെ മോനും വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇതുണ്ടാക്കിയത്. വളരെ എൻജോയ് ചെയ്താണ് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്തത്. നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. 1 കിലോ ചിക്കൻ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കഷ്ണങ്ങൾ തീരെ ചെറുതായി പോകണ്ട. ഇടത്തരം കഷ്ണങ്ങളോ അല്ലെങ്കിൽ ഇത്തിരി വലിയ കഷ്ണങ്ങളോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങളിവിടെ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. 2 ഇടത്തരം തക്കാളി അരിഞ്ഞത്, സവാള 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞു വയ്ക്കുക, 3 വലിയ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1 വലിയ തുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. 1 വലിയ തുടം വെളുത്തുള്ളി ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണല്ലേ. 1 പിടി മല്ലിയില, ഇത് കഴുകി നന്നായിട്ട് അരിഞ്ഞു വയ്ക്കുക. പിന്നെ പൊടികൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് സാധാരണ കറി താളിക്കാൻ എടുക്കുന്ന ഓയിലെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, സവാള, തക്കാളി ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. അതെങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ സവാള കുറച്ച് ചേർത്താലും മതി. 3 സവാള എടുത്തിട്ടുണ്ടെങ്കിൽ അരയ്ക്കാനായിട്ട് നമുക്ക് 2 സവാള ചേർത്താൽ മതി. തക്കാളി നിങ്ങൾക്ക് കുറച്ച് അരച്ച് ചേർക്കാം, കുറച്ച് കറിയിൽ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഇത് കണ്ടോ, നല്ല കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. നല്ല പച്ച കളറിൽ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ പൊടി ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അല്ലേ. ഇത്രയും പൊടികൾ ചേർത്ത് ഒന്ന് നന്നായിട്ട് മൊരിയണം. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ കിടന്നാണ് മൊരിയേണ്ടത്. പക്ഷെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോഴുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് കരിഞ്ഞു പോവില്ല എന്നൊരു ഉറപ്പുണ്ടല്ലേ. എണ്ണ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അല്പം വെള്ളം നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇത് നമുക്ക് കറിയിൽ ചേർക്കാനുള്ള വെള്ളമാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ ചട്ടി അടപ്പത്തേക്ക് തന്നെ വയ്ക്കുക. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി വേണമെന്നുള്ളവർക്ക് 1 ഗ്ലാസ് ചേർക്കാം, അല്ലെങ്കിൽ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്താലും മതി. ഇവിടെ എൻ്റെ മോന് ഗ്രേവി കൂടുതലുള്ളത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനൊരു അല്പം വെള്ളം കൂടുതൽ ചേർത്തത്. കുറുകിയ കറിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് വെള്ളം കുറച്ചായാലും മതി. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സവാള, തക്കാളി എന്നിവ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇത് നമുക്ക് വേകാനായിട്ടൊരു അല്പം സമയം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. തക്കാളിയും സവാളയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മല്ലിയിലയൊക്കെ ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ് ഇത്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിളക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. അതുകൊണ്ട് ഇടുമ്പോൾ തന്നെ കൂടുതൽ ഉപ്പ് ആരും ചേർക്കരുത്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഗ്രേവിയിലൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം.
ഇനിയൊന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കുകയൊന്നും ചെയ്യരുത്. അതുകൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു 20 മിനിറ്റ് ഇങ്ങനെ വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ചാമിയ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് വടക്കൻ കേരളത്തിലെ ഒരു തനതായ വിഭവമാണ്. അവർ കൂടുതലും നാടൻ കോഴി ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോൾ കൂടുതലും കിട്ടുന്നത് ബ്രോയിലർ ചിക്കനാണല്ലേ. നാടൻ കോഴിക്ക് കുറച്ച് വില കൂടുതലാണെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ചിക്കൻ അതുപോലെ തന്നെ മീറ്റ് എല്ലാം ഒന്ന് കുറച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ മടുപ്പെല്ലാം മാറി കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഒരു ഗിഫ്റ്റായിട്ട് തന്നെ അയച്ചു കൊടുക്കുക. ആദ്യമായി ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഒക്കെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. ലൈക്ക് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ ലൈക്ക് ചെയ്യുക. പേജിലെ പോസ്റ്റുകൾ സാധിക്കുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.